ഹലോ, എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയ വ്ളോഗിಗೆ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇന്ദിരാഗാന്ധിയുടെ ആ മ്യൂസിയമും കാര്യമാണ് നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഉണ്ട് ഡൽഹിയിലുള്ള ചെറിയ കെട്ടിടവും അതിൻ്റെ ചരിത്രവും കാര്യമാണ് ഞങ്ങൾ നോക്കുക പോകേണ്ടത്. ഉണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ നോക്കുക പോകേണ്ടത് DRDO ഭവൻ ചൊല്ലതാണ്. ഇതാണ് DRDO ഭവൻ, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് ഈ കണ്ടത്. അതായത് മിലിറ്ററിക്ക് മെയിനായിട്ടുള്ള പ്ലാൻ റെഡിയാക്കുക, ഡ്രോൺ റെഡിയാക്കുക, അതേപോലെ മിസൈൽ റെഡിയാക്കുക, ഇതൊക്കെയുള്ള പ്ലാൻ ആക്കണമെങ്കിൽ ഒരു ഏരിയ ആണ് ഈ ഒരു കെട്ടിടം ചൊല്ലത്. ഇത്തരത്തിൽ ഞങ്ങൾ ഒരുപാട് മിസൈലിൻ്റെതും അതേപോലെ എയർഫോഴ്സ് അതിരത്തിലുള്ള ഞങ്ങൾ പ്ലാൻ കാണും. ഇതിവിടെ ഉണ്ടാക്കിയതിരെ എനിക്കെതിരെ ഒരു പ്ലാനും കാര്യമായിട്ട് ഇതിൽ ഞങ്ങൾ മുന്നിൽ എന്തായിട്ടുള്ള കണ്ടുകൊണ്ടുള്ളത്. ഇത് കഴിഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഇന്ന് കിട്ടുക പോകേണ്ടതാണ് രാഷ്ട്രപതി ഭവൻ ചൊല്ലത്. ഈ കണ്ടതാണ് രാഷ്ട്രപതി ഭവൻ. അതായത് 1900 പോകണമെന്നുള്ളൂ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അതായത് മുതൽ ഇന്ത്യത്തെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അങ്ങ് കൊൽക്കത്തയിലുള്ള അങ്ങനെയുള്ള ഇങ്ങനത്തെ ആ ഒരു ക്യാപിറ്റലിൽ ഡൽഹിയിലേക്ക് ചേഞ്ച് ആക്കിയ സന്ദർഭത്തിൽ ഇങ്ങോട്ട് കൂടെ എന്ത് വേണത്ത് വെറും കെട്ടിടം വേണത്ത്. അങ്ങനെയാണ് ഇവിടെ ആദ്യമായിട്ട് 1912 ഈ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് പേര് വൈസ്രോയി ഹൗസ് ഉണ്ടായിട്ട് ഇതിൻ്റെ പേരുന്നത്. ഈ ഒരു കെട്ടിടം നിർമ്മിക്കോ ഇതിൻ്റെ പ്ലാനൊക്കെ റെഡിയാക്കിയത് ബ്രിട്ടീഷ് രംഗത്ത് ഒരു ആർക്കിടെക്ട് ആയിട്ടുണ്ടെങ്കിൽ എഡ്വിൻ ലൂട്ടിയൻസ് ആണ് ഇതിനെന്താക്കിയത്, ഇതിൽ ആർക്കിടെക്റ്റ് ആയിട്ടുള്ളത്, ഇതിൽ ശില്പിച്ചുള്ളത്. അങ്ങനെ 1912 നിർമ്മിച്ചിട്ട് 1929 ഇതിൽ സ്വരം എന്തായത് തീർന്നത്. ഏകദേശം ഒരു 14 വർഷം എടുത്തിട്ടാണ് ഈ ഒരു ഭവൻ എന്താക്കിയത്, ഈ ഒരു കെട്ടിടം എന്താക്കിയത് കെട്ടിയതുകൊണ്ടാണ്. അതായത് ഒരു മുഗൾ, ഹിന്ദു, ബുദ്ധ ഈ ഒരു സ്ട്രക്ചറിലായിട്ടാണ് ഈ ഒരു കെട്ടിടം എന്താക്കിയത് നിർമ്മിച്ചതുകൊണ്ടാണ്. ഏകദേശം 340 റൂമാണ് ഈ ഒരു യന്ത്രത്തിലുള്ളത്, ഈ ഒരു കെട്ടിടത്തിൽ ഉള്ളതാണ്. അങ്ങനെ 1950 ജനുവരി 26 ഇതിൽ വൈസ്രോയി ഹൗസ് എടുത്തിട്ട് രാഷ്ട്രപതി ഭവൻ ചൊല്ലുന്ന ഒരു പേര് എന്താക്കിയത് ഇതൊക്കെ ഇട്ടതുകൊണ്ടാണ്. അങ്ങനെ ഒരു വലിയൊരു നിർമ്മിതിയായിട്ട് ഈ ഒരു രാഷ്ട്രപതി ഭവൻ ചൊല്ലത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് എന്തായിട്ട് അണ്ടത്ത് വൈസ്രോയി ഇതിൽ എന്താക്കിരാം വന്നിട്ട് നിന്നിട്ടാണ് ചരിത്രത്തിൽ ചൊല്ലത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണേണ്ടതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ് ചൊല്ലത്. 2 പാർലമെൻറ്റാണ് ഉള്ളത്, പല പാർലമെൻറ്റും. ആ ഒരു റൗണ്ട് ഷേപ്പിൽ കാണേണ്ടതാണ് പഴയ പാർലമെൻറ്റും, അതുപോലെ ഇപ്പുറത്തിൽ കാണേണ്ടത് പുതിയ പാർലമെൻറ്റാണ്. ഈ 2 പാർലമെൻറ്റാണ് ഉള്ളത്. എന്നാലിപ്പോൾ കാര്യമൊക്കെ നടക്കുന്നത് പുതിയ പാർലമെൻറ്റിലാണ്. ഈ ഒരു പാർലമെൻറ്റും നമുക്ക് എന്താവും ഈ ഒരു എന്താ ചൊല്ലേ രാഷ്ട്രപതി ഭവനത്തെ മുട്ടായിട്ടാണ് നമുക്ക് കാണാൻ സാധ്യത. അതേപോലെ ആ ഒരു പാർലമെൻറ്റ് നിർമ്മിച്ചത് 1921 ആണ്. അതേപോലെ തുടങ്ങിയിട്ട് 1927 അതിലെ ഒരു സ്വര എന്തായത് പൂർത്തിയായിട്ട് ആയതുകൊണ്ടാണ്. ഇതൊന്നും എന്നപ്പെടുന്ന ചൊന്നത് പോലെ ഇതിലൊരു ആർക്കിടെക്ട് ചൊല്ലതും എഡ്വിൻ ലൂട്ടിയൻസും അതേപോലെ ഹെർബർട്ട് ബെക്കറുമാണ് ഈ ഒരു പാർലമെൻ്ററി, അതായത് പല പാർലമെൻ്ററി പഴയ പാർലമെൻ്ററി ആർക്കിടെക്ചർ ചൊല്ല അങ്ങനെ ഇതിലെന്താക്കിയത് നിർമ്മിച്ചത്. അപ്പോൾ അതായിട്ട് ഞങ്ങൾക്ക് അതേപോലെ ഇപ്പോൾ ഞങ്ങൾ എന്താക്കുക പുതിയ പാർലമെൻറ്റും ഞങ്ങൾക്കിപ്പോൾ കാണുക സാധ്യമാണ്. അതേപോലെ ഞങ്ങൾ ഇന്ന് എതിർ പോകുമ്പോൾ കണ്ടത് എയർഫോഴ്സിലെ ഒരു എന്തായിട്ട് ഓഫീസും കാര്യമാണ് ഞങ്ങളിവിടെ കണ്ടുകൊണ്ടുള്ളത്. ഇതാണ് എയർഫോഴ്സിലെ മിലിറ്ററി ആ ഒരു ബേസും കാര്യമാണ്. അതിലെ എന്താ പറയുക കെട്ടിടവും കാര്യമാണ് ഞങ്ങൾ എന്താണ് കണ്ടുകൊണ്ടുള്ളത്. അതായത് ഡൽഹിയിൽ വന്നെങ്കിൽ ഈ ഒരു രാഷ്ട്രപതി ഭവനത്തെ അവിടെ നിന്ന് ഞങ്ങൾ പോയിട്ട് കണ്ടെങ്കിൽ ഒരുപാട് കാഴ്ച ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചയും കാര്യം ഞങ്ങൾക്ക് കാണാൻ സാധ്യമാവുള്ളൂ. കണ്ടില്ലേ, അവിടെ എഴുതിയിട്ടുണ്ട് വായുസേന മുഖ്യാലയം. അപ്പോൾ അതാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ എന്താ ചൊന്നതുപോലെ ഈ ഒരു റോഡിലൂടെ പോയെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് എന്താ ചൊല്ലേ വലിയ വലിയ കെട്ടിടങ്ങളും അതേപോലെ ഒരുപാട് മിനിസ്റ്റർമാരത്, അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് മിനിസ്റ്റർമാർക്ക് അങ്ങ് കൊടുക്കുന്ന എനിക്കത്തെ ആവും കാര്യവും ഞങ്ങൾക്ക് എന്തോ കാണാൻ സാധ്യമുള്ളൂ.
എന്നാൽ ഇനി നിങ്ങൾ കാണാൻ പോകേണ്ടത് ലാൽ ബഹദൂർ ശാസ്ത്രി, അതായത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇന്നെങ്കിലത്തെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഒരു അവാങ് ആണ് നമ്മളിപ്പോൾ നോക്കുക പോകേണ്ടത് ഇതിലുണ്ട്. അതേപോലെ ഈ ഒരു ഔത്ത് എതിർ ആ ഒരു ഗ്ലാസ്സിലായിട്ട് അവർക്ക് അംബാസഡർ കാർ നമുക്ക് കണ്ടുകൊണ്ടില്ല. ഒരു അംബാസഡർ കാർ ഇത് ലാൽ ബഹദൂർ ശാസ്ത്രി യൂസാക്കി വന്നെങ്കിലത്തെ കാറാണ് ഇതിലുള്ളത്. അതേപോലെ നേരത്തെ ചെന്നതുപോലെ ഒരുപാട് കെട്ടിടങ്ങൾക്ക് നമുക്ക് എന്താവും, അതേപോലെ പല ഒരുപാട് കെട്ടിടവും അതേപോലെ ഒരുപാട് ഓഫീസും നമുക്ക് എന്താവും ഈ ഒരു റോഡിലൂടെ നമുക്ക് പോകുമ്പോൾ കാണാൻ സാധ്യമുള്ളൂ. അതേപോലെ ഇനി ഈ കാണേണ്ടത് അതായത് കോൺഗ്രസ് എന്തായിരുന്നു ആസ്ഥാനം, അതൊരു ഓഫീസാണ് ഇവിടെ കണ്ടത്. അതേപോലെ ഒരുപാട് മിനിസ്റ്റർമാരാവാം നമുക്ക് ഈ ഒരു റോഡിലൂടെ പോയി നമുക്ക് എന്താവും കാണുക സാധ്യമാവും. അതേപോലെ ആ പോണ്ട് അങ്ങനെ 2006 ആവാസ് വന്നിട്ടു അതിലെ പറത്ത് എന്നുകൊണ്ടും ഒരു നെയിം ബോർഡും നമുക്ക് എന്താവും കാണുക സാധ്യമാവും. അതേപോലെ ഇതെല്ലാം ഈ ഒരു റോഡിലാണ് നമുക്ക് കാണുക അവിടെ. അപ്പോൾ അതേപോലെ ഈ ഒരു ചന്ദ്രചുള്ളിയും ഡൽഹിയുടെ ഒരു ഭംഗിയും നമുക്ക് എന്തൊക്കെ ആസ്വദിച്ചുകൊണ്ടും പോകണം സാധ്യതയുള്ളൂ. അതായത് ഈ ഒരു ഡൽഹിയിലുള്ളത് ഒരുപാട് എന്താ ചൊല്ലി ചരിത്രം ഇറങ്ങിയെങ്കിൽ ഒരു ജാഗം കൂടിയാണ്. ഇനി ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള എങ്കിലത്തെ ഒരു നിർമ്മിതിക്കാണ് ഞങ്ങളിപ്പോൾ പോയിട്ടുള്ളത്. അതായത് ഇന്ത്യ ഗേറ്റ് കാണാൻ ഞങ്ങളിപ്പോൾ എന്താക്കിയിട്ടുള്ളത് പോയിട്ടുള്ളത്. നമുക്ക് ഗൊന്തുള്ളതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ചരിത്ര സ്മാരകമുണ്ട് അല്ലേ. അതിൽ പെട്ടെങ്കിലത്തെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമായിട്ട് ഇന്ത്യ ഗേറ്റ് ചൊല്ലുന്നത്. എന്തൊക്കെ പേനായിട്ടാണ് ഈ ഒരു ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ചൊന്നിട്ട് കണ്ടെങ്കിൽ അപ്പോൾ ഈ എതിർ കണ്ടതാണ് ഇന്ത്യ ഗേറ്റ് ചൊല്ലുന്നത്. എന്തൊക്കെ പേനായിട്ടാണ് ഈ ഒരു ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത്, അതേപോലെ ഇതിൻ്റെ ആദ്യത്തെ പേര് എന്ത്, ഇതെല്ലാം ഒരു ചരിത്രം ഞങ്ങൾ അറിഞ്ഞിക്കൊണ്ടില്ല ഗൊന്തിക്കൊണ്ട ഒരു കാര്യമാണ്. ഇതിന് യഥാർത്ഥ പേര് ചൊല്ലത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയലിൻ്റാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇന്ന പേര്. പിന്നെയാണ് ഇത് ഇന്ത്യ ഗേറ്റായിട്ട് ചേഞ്ച് ചെയ്തത്. ഏതായാലും എന്തൊക്കെ മെയിനായിട്ടാണ് ഈ ഒരു ഇത് കെട്ടിയത് ചൊന്നേണ്ട കണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ 1ാം മഹാലോക യുദ്ധം നടന്നത് 1911 കാലഘട്ടത്തിൽ. അപ്പോൾ അതിൽ മരണപ്പെട്ടെങ്കിലത്തെ ഇന്ത്യൻ സൈനികന്മാരെ ഓർമ്മക ബേനായിട്ടാണ് കിട്ടിയത്. അതേപോലെ പിന്നൊരു കാര്യം അഫ്ഗാൻ യുദ്ധത്തിൽ അതായത് ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിൽ മരണപ്പെട്ടെങ്കിലത്തെ ഇന്ത്യൻ ആർമിയുടെ ഓർമ്മക ബേനായിട്ടാണ് ഈ ഒരു ഇന്ത്യ ഗേറ്റ് ഈ ചൊല്ല് ഒരു കെട്ടിടം കെട്ടിയത്. ഇതിൽ ഒരുപാട് ഏകദേശം 1300 ആൾക്കാരെ പേര് ഈ ഒരു കെട്ടിടത്തിൽ നിന്ന് പേര് കൊത്തിവെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു യുദ്ധത്തിലായിട്ട് 70,000 ആൾക്കാരാണ് എന്തായത് മരണപ്പെട്ടത്. എന്നാൽ ഇതിൽ ആകെ പേര് എഴുതിയിട്ടുള്ളത് 13,000 ആൾക്കാരുടെ പേരാണ് ആ ഒരു കെട്ടിടത്തിൽ എന്താക്കിയിട്ടുള്ളത് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു എന്താ ചൊല്ലുക ആർക്കിടെക്ട് ചൊല്ലതും നേരത്തെ ഞങ്ങൾ ചൊന്നതുപോലെ എഡ്വൻ ലുട്ടിയൻസ് ആണ് എന്താക്കിയത് ഈ ഒരു കെട്ടിടത്തുള്ളിലെ എന്താ ചൊല്ലുക ആർക്കിടെക്ടറും ഇതിൽ കെട്ടിയ ആളും ചൊല്ലാം. ഇത് നിർമ്മിച്ചത് 1921 നിർമ്മാണം തുടങ്ങിയിട്ട് 1931 ഇതിൽ എന്തായത് ഇതിലെ ഒരു നിർമ്മാണം പൂർത്തിയായില്ല. പിന്നെ ഞങ്ങൾ ഒരു യാത്ര ആയിട്ട് മാഷാല്ല നല്ല ഒരു യാത്രയാണ് വേണ്ടത്. നല്ല ഫ്രഷ് ആയിട്ട് ചില ഹാത്തായിട്ട് അജ്മീറുകളിൽ പോയിട്ട് വന്നു. ಎಲ್ಲ ಆಸೆ ಮುರಾದ ಎಲ್ಲ ಉದ್ದೇಶ ಪೂರ್ತಿ ಆಯ್ತಾನೆ ಎಲ್ಲರದು ഓരോരോ ಖುಷಿಯಾಯ್ತು ನಿಮ್ಮ ಯಾತ್ರೆ. ಇನ್ಶಾಲ್ಲ ಇನ್ನು 4 ವರ್ಷದ ಇನ್ಶಾಲ್ಲ ತಿಚ್ಚಿ നാട്ടിലേക്ക് പോകുന്നു ഇൻഷാല്ല. ഞങ്ങളിട്ടേക്ക് വന്നേ ഉമ്മർക്കാക്കാണ് ഈ ഒരു അഭിപ്രായം ഞങ്ങളുടെ എന്താക്കിയത് ചൊന്തന്നത്. അതായത് ഈ ഒരു ഇന്ത്യ ഗേറ്റും അതേപോലെ ഈ ഒരു വലിയൊരു യാത്രയുടെ ഒരു ചെറിയൊരു വിവരണമാണ് തന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കണ്ടുകൊണ്ടുള്ളത് ഈ ഒരു ഇന്ത്യ ഗേറ്റ് എതിരുള്ളെങ്കിൽ ഒരു റോഡാണ്. ഈ റോഡിൻ്റെ പേര് കർത്തവ്യ പാതണ്ടാണ്. അതായത് റിപ്പബ്ലിക് ഡേ ഉണ്ട് നടക്കണങ്ങനത്തെ പരേഡ് നടക്കണത് ഈ ഒരു റൂട്ടിലായിട്ടേക്ക് പരേഡ് നടക്കുന്നത് സ്വാഭാവിക കണ്ടതാണ്. ഒരുപാട് TV ചാനലുകളിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ആ പരേഡും കാര്യം ഞങ്ങൾക്ക് കാണും. ആ ഒരു പരേഡ് നടക്കുന്ന എന്താ ചൊല്ലുക റൂട്ടാണ് ആറുന്നപ്പെട്ട കണ്ടത്. അതേപോലെ എതിരുള്ളെങ്കിൽ ഒരു ചെറിയൊരു കുളം പോലെ ഇതൊരു സൗന്ദര്യത്തിന് വേനായിട്ട് കെട്ടിയതാണ്. അപ്പോൾ ആ ഒരു കുളം കൂടിയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എന്തായത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയാണ് ഇന്നത്തെ ആ ഒരു ഇന്ത്യ ഗേറ്റ് ചരിത്രം ചൊല്ലത്. നേരത്തെ ഞങ്ങൾ നോക്കിയത് ഇന്ത്യ ഗേറ്റ് പിന്നൊരു സൈഡാണെങ്കിൽ ഇതിലെതിരെ മറു സൈഡാണ് ഇപ്പോൾ ഞങ്ങൾ എന്താക്കണം കണ്ടുകൊണ്ടുള്ളത്.
നേരത്തെ ഇത് ബസ്സിൽ പോകുമ്പോൾ എടുത്തെങ്കിൽ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു എന്താ ചൊല്ലി വീരം വൃത്തിവരച്ചെങ്കിൽ ആ ഒരു സൈനികന്മാർ ഓർമ്മക ബേനായിട്ട് നിർമ്മിച്ചെങ്കിയതും അതേപോലെ അങ്ങനെ ഒരുപാട് പേരുകളും കത്തിവെച്ചെങ്കിൽ ഒരു നിർമ്മിതിയായിട്ട് ഇന്ത്യ ഗേറ്റ് ചൊല്ലത്. അതേപോലെ ഞാൻ ചൊന്നതുപോലെ ഈ ഒരു ഡൽഹിയിൽ ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ നേരത്തെ ചൊന്നതുപോലെ ഒരുപാട് മിനിസ്റ്ററും അതേപോലെ അവൻ കാര്യം നാം കാണും സാധ്യതയുണ്ടാകും. ഏതായാലും ഈ ഇപ്പോൾ കണ്ടുകൊണ്ടുള്ളതാണ് എന്താ ചൊല്ലേ ഇന്ത്യത്തെ പ്രൈം മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസ് ആണ് ഈ കണ്ടത്. ഇതൊരു വലിയൊരു നിർമ്മിതിയും കൂടിയാണ്. അതേപോലെ ഒരു കൊട്ടാരമായിട്ട് ഇത് മുന്നോറും അത് പിന്നീടാണ് എന്തായത് ഗസ്റ്റ് ഹൗസ് ആയിട്ട് ആക്കിയത്. ഒരു പണ്ടത്തെ നിസാം രാജാവ് ഒരു കൊട്ടാരം കൂടിയായിട്ട് ഇത് അതുകൊണ്ടാണ് ചൊല്ലത്. ഏതായാലും ഞാൻ നേരത്തെ ചൊന്നതുപോലെ ഈ ഒരു ഡൽഹിയിൽ ഞങ്ങൾ പോകുമ്പോൾ ഒരുപാട് നിർമ്മിതിയും അതേപോലെ ഒരുപാട് കെട്ടിടവും ഒരുപാട് കോളേജും ഞങ്ങൾക്കെല്ലാം എന്താവും ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. അതേപോലെ ഇനി ഞങ്ങൾ പോകുമ്പോൾ കാണ്ട് ഒരു നിർമ്മിതിൻ്റെ ഞങ്ങൾക്ക് ചൊല്ലവ് സാധ്യമാവും. അതായത് ഈ ഒരു പോകേണ്ടത് ഈ ഒരു റൂട്ട് ചൊല്ലത് അണ്ടർഗ്രൗണ്ട് ഉള്ളെങ്കിൽ ഒരു റോഡും കൂടിയാണ് ഞങ്ങളിപ്പോൾ പോയിട്ടുള്ളത്. ഞങ്ങൾ കൊത്തുള്ളൂ മുംബൈയിൽ ഞങ്ങൾ പോയെങ്കിൽ ഒരുപാട് അണ്ടർഗ്രൗണ്ട് ഞങ്ങൾ എന്തായാലും റൂട്ടിലൂടെ പോയിരാം. അപ്പോൾ അതേപോലെ ഒരു അണ്ടർഗ്രൗണ്ടിലുള്ളെങ്കിൽ ഒരു റൂട്ടും കൂടിയായിട്ട് ഈ കണ്ടത്. ഇനി ഞങ്ങൾക്ക് കാണുള്ളത് മഹാത്മാഗാന്ധിജിയുടെ ആ ഒരു സ്മൃതി മണ്ഡപമാണ് ഞങ്ങൾക്ക് കാണുക ഉള്ളത്. അതായത് ഇനി ഞങ്ങൾ നോക്കുകയുള്ളതെങ്കിൽ ഈ ഒരു കാണേണ്ട ഒരു റോഡില്ലേ, ചെറിയൊരു റോഡ് കാണില്ലേ, ഒരു കെട്ട് പോലെ അതിന് കീഴിലാണ് മഹാത്മാഗാന്ധിജി ആ ഒരു സ്മൃതി മണ്ഡപം ഉള്ളത്. ഇതിൻ്റെ പേര് രാജ്ഘട്ട് ഉണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത് ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്മൃതി മണ്ഡപമാണ്. അതിൻ്റെ പേര് ശക്തി സ്ഥലം ഉണ്ടാണ്. അത് കഴിഞ്ഞിട്ട് എതിർ വന്നിട്ട് കണ്ടെങ്കിൽ രാജീവ് ഗാന്ധിയുടെ സ്മൃതി മണ്ഡപമാണ്. ഇതന്നെ ഒരേ പ്ലേസിലാണ് ഉള്ളത്. അതിൻ്റെ പേര് വീർഭൂമിയിട്ടാണ് ഉള്ളത്. ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് വന്നിട്ട് കണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിലായിട്ടാണ് ഈ മൂന്നും ഉള്ളത്. അപ്പോൾ ഇത്രയായിട്ട് ഇണ്ടത്തൊരു വീഡിയോയിൽ ചൊല്ലുള്ളത്. ഇൻഷാല്ലാ ബണ്ട് വീഡിയോയിൽ ഒരുപാട് കാഴ്ചയായിട്ടും അതുപോലെ ഒരുപാട് ചരിത്രമായിട്ട് ബണ്ട് വീഡിയോയിൽ കാണാം. അത്രത്തോളം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിக்கிறேன். ബണ്ട് എന്നാൽ പുതിയൊരു ചരിത്രമായിട്ട് ബണ്ട് എടുത്തോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.